അതിനുശേഷം എന്നെ പരിചയപ്പെടുത്തിയൊരു വലിയ വാചകമുണ്ട്. ആ വാചകത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എനിക്ക് മോചനം കിട്ടിയിട്ടില്ല. എന്താ പെൺകുട്ടി പറഞ്ഞറിയാമോ? ശ്രീ PC സനൽകുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ തോന്നുന്നില്ല. അദ്ദേഹം നമ്മുടെ സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക നഭോമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാനിതംബം തന്നെയാണ്. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇവരുടെ റെസ്പോൺസ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പേര് കോംപ്ലിമെൻ്റ് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ നിതംബത്തിനൊരു കോംപ്ലിമെൻ്റ് കിട്ടുന്നത്. അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പെൺകുട്ടി വിശേഷങ്ങളൊന്നും അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന മട്ടില്ലായിരുന്നു. എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ശ്രീ PC സനൽകുമാർ ജീവിച്ചിരിക്കുന്ന ഹാസ്യ സാഹിത്യകാരന്മാരിൽ എന്തുകൊണ്ടും യശശരീരനാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു അവസാനം വരുന്നത് കൃതജ്ഞത പറയാൻ ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് ആകെ ഭയമായി. കാരണം സ്വാഗതം പറഞ്ഞ പെൺകുട്ടി ഇത്രയും കടുത്ത പ്രയോഗങ്ങൾ നടത്തിയ സ്ഥിതിക്ക് ഈ കൃതജ്ഞത പറയാൻ വരുന്ന പെൺകുട്ടി എന്തായിരിക്കും പറയുക? ഞാനങ്ങനെ എനിക്ക് ചങ്കിടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഈ പെൺകുട്ടിയുടെ മുഖഭാവം കണ്ടപ്പോൾ ചങ്കിടിപ്പ് കൂടി. എന്താ അറിയാമോ? പെൺകുട്ടി വളരെ അതിവിഷാദവതിയായിട്ട് ഇങ്ങനെ വളരെ മന്ദം ഈ മൈക്കിന് മുമ്പിലേക്ക് വന്നിട്ട് ശബ്ദം താഴ്ത്തി പറയുകയാണ്, ശ്രീ PC സനൽകുമാറിന് ഞങ്ങളുടെ ആദരാഞ്ജലികൾ. അപ്പോൾ കുറെ 10-15 വർഷമായി ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ എന്നെ അഡ്വക്കേറ്റ് സാറിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതുപോലെ ഒരു പ്രസംഗം ഇവിടെ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ല. പക്ഷെ നർമ്മകേരളയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നേ പറഞ്ഞു. ഞാനതിൻ്റെ പ്രസിഡന്റാണ്. ഓക്കെ, അതുപോട്ടെ സാറേ. അപ്പോൾ ഈ ആളുകൾ വിചാരിക്കും നർമ്മകേരളി എന്ന് പറയുന്നത് സർക്കാർ ഓഫീസാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് കേരളത്തിലെ ഹാസ്യ സാഹിത്യകാരന്മാരുടെ ഏക അസോസിയേഷൻ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനതിൻ്റെ പ്രസിഡന്റാണ്. വലിയ മഹാരഥന്മാരൊക്കെ ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. ചെമ്മനം ചാക്കോ, സുകുമാർ, പിന്നെ പ്രൊഫസർ ആനന്ദകുട്ടൻ, അങ്ങനെ കുറേയധികം ആൾക്കാർ ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു സംഘടനയാണ് ഈ നർമ്മ കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ഞങ്ങൾ ഒരുപാട് ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചിരിയരങ്ങ് എന്നുള്ള പേരിൽ ഞങ്ങളെല്ലാ അംഗങ്ങളും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പ്രസംഗ രൂപേണയുള്ള തമാശകളൊക്കെ പറയുകയും ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ ഒരു 700-ലധികം ചിരിയരങ്ങൾ ഞങ്ങൾ കേരളത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-15 സ്ഥലങ്ങളിലെങ്കിലും ഞാനൊരു വൺ മാൻ ഷോ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേരളം വിട്ട് ഡൽഹി കേരള ക്ലബ്ബിൽ എൻ്റെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. ആ റൂം പത്രം നല്ല കവറേജൊക്കെ തന്നു. ഇങ്ങനെ ഏറെക്കുറെയല്ല. ഇന്ന് സത്യത്തിൽ ഞാനിവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഞാൻ താമസിക്കുന്ന ഒരു പഞ്ചായത്തിൽ നടക്കുന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാമെന്ന് വെച്ചാൽ ഇന്ന് അവധി ദിവസമാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അവധി ദിവസം എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളതാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഓഫീസിൽ പോകും. നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഈ അവധി ദിവസം. എൻ്റെ മകൾ ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അപ്പൂപ്പനായതിനു ശേഷം എനിക്ക് ഈ മകളുടെ കുട്ടിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ മകളെ കാണാൻ പോകും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, മോളെ അച്ഛൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ യാത്ര താൽക്കാലികമായിട്ട് മുടങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ വന്നുകൊണ്ടൊരു നഷ്ടമാണെന്ന് തോന്നില്ല. കാരണം നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒരു നല്ല അവസരം എനിക്കുണ്ടായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അശ്വതി എന്നോട് പറഞ്ഞു, അശ്വതി എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ജയമാതാ കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി, സാറിന് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൻ്റെ ഫലപ്രഖ്യാപനം വന്നല്ലോ, നിങ്ങളൊക്കെ വായിച്ചില്ലേ? ആരാണ് നിങ്ങളുടെ ജനറൽ നോളജിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരാണ് ജയിച്ചതെന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. പത്രം വായിക്കുന്നവരാണ് അല്ലെങ്കിൽ ചാനൽ കാണുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഓർമ്മ എന്താണെന്നല്ല, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ കേസിൽ നിരീക്ഷകനായിരുന്നു. കേരള ഗവൺമെൻറ് ഞങ്ങൾ 17 വിദേശകരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു. എനിക്ക് കിട്ടിയത് ബീഹാറാണ്. നിങ്ങൾക്ക് ബീഹാറിനെ പറ്റി അറിയാമല്ലോ അല്ലേ? നമ്മുടെ കേരളത്തെക്കാളൊക്കെ ഒരു 100 വർഷം പിറകെ നിൽക്കുന്ന ഒരു അവിടെ റോഡുകളൊന്നുമില്ല. പിന്നെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇംഗ്ലീഷിന് വലിയ സ്ഥാനമില്ല. SLC പരീക്ഷയ്ക്ക് 0 മാർക്ക് കിട്ടിയാലും കുട്ടി ചെയ്യും. അവിടെയുള്ള എല്ലാം ഹിന്ദിയിലാണ്. ഏത് വലിയ പരീക്ഷ പോലും, പിന്നെ IAS ആണെങ്കിലും ശരി, LLB ആണെങ്കിലും ശരി, MBA ആണെങ്കിലും ശരി, എല്ലാ പരീക്ഷകളും ഒരു ഹിന്ദിയിലായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ല, ആർക്കും തന്നെ അറിയില്ല. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അതാണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. അവിടെ എല്ലാവരും ഹിന്ദിയെ സംസാരിക്കും. എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അറിയില്ല.
എൻ്റെ ഹിന്ദി വൊക്കാബുലറി വളരെ ലിമിറ്റഡ് ആണ്. ഉദാഹരണത്തിന് രാമന്റെ ഭാര്യ എന്ന് പറയണമെങ്കിൽ രാമ കാ പത്നി എന്നാണോ പറയേണ്ടത്, രാമ കീ പത്നി എന്നാണോ പറയേണ്ടത്, അതാ രാമ കോ എന്നാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വായി വരുന്നത് കായാണെങ്കിൽ ഞാൻ കാന്ന് കാച്ചു, കീ ആണെങ്കിൽ കീ എന്ന് പറയും. ഇതാണ് എൻ്റെ ഒരു ഇംഗ്ലീഷ് ഹിന്ദി അറിവിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഞാനാണ് ബീഹാറിൽ ചെല്ലുന്നത്. ആലോചിച്ച് നോക്കി. അപ്പൊ ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഹിന്ദി അറിയില്ല. 10ാം ക്ലാസ് വരെ ഞാൻ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. പക്ഷേ SLC പരീക്ഷയ്ക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഹിന്ദി പറയാനോ ഉള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇനിയാണ് ശ്രദ്ധിച്ചോ. ബീഹാർ എന്ന് പറഞ്ഞാൽ തൂക്കുകൾ കഥ പറയുന്ന നാടാണ്. അവിടെ നിയമത്തിന് യാതൊരു വിലയില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കലിങ്ങിൽ കുറേ ചെറുപ്പക്കാരുണ്ട്, ഒരു പോലീസ്മാൻ അതിൽ കടന്നു പോയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് എല്ലാവരും ചാടി എഴുന്നേക്കത്തില്ലേ? ബീഹാറിൽ ഒരു മനുഷ്യൻ ചാടി എഴുന്നേക്കത്തില്ല. പോലീസിനെ ചെറഞ്ഞു നോക്കും. പോലീസ് വേണേ മാറിപ്പോകും. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? നാട്ടുകാർ കൂടി മോഷ്ടാവാണെന്ന് ആരോപിച്ച് ഒരുത്തനെ തല്ലിക്കൊല്ല് നമ്മൾ TV കണ്ടില്ലേ? ആ ആഴ്ച തന്നെയാണ് 10 പേരെയാണ് പല സ്ഥലങ്ങളിൽ തല്ലിക്കൊന്നത്. അപ്പൊ അവിടുത്തെ നിയമവാഴ്ചയുടെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് എന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായിട്ട് അയച്ചിരിക്കുന്നത്. ഞാൻ ചെല്ലുന്നു, പിറ്റേ ദിവസത്തെ പത്രം ഞാൻ വായിക്കുന്നു. എന്താ വാർത്ത എന്നറിയാമോ? 11 പോലീസുകാരെ മാവോയിസ്റ്റ് നക്സലൈറ്റുകൾ കുഴിബോംബിട്ട് കൊന്നു. അതേ സ്ഥലത്താണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ മാനസിക ഭാവം, ദൈവമേ എനിക്കിനി എൻ്റെ കുണ്ടാങ്കടവിലേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുപോലും ഞാൻ ഭയന്നു പോയ ചില നിമിഷങ്ങളായി. പക്ഷേ നമ്മൾ ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഭയപ്പെടാൻ പാടില്ല. നമ്മൾ ഏത് ജോലിക്കും ഞാൻ ഈ തമാശയൊക്കെ പറയുന്നത് ഞാൻ തന്നെയാണ്. ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ അറിയണം, മൂന്നാറിൽ നടന്ന കയ്യേറ്റങ്ങളെ മുഴുവൻ കണ്ടുപിടിച്ച വ്യക്തി ഞാനാണ്. ഈ സനൽകുമാർ കമ്മിറ്റി എന്ന് പറഞ്ഞ ആ കാലയളവിലൊക്കെ TV വരുമായിരുന്നു സനൽകുമാർ കമ്മിറ്റി. ആ സനൽകുമാർ കമ്മിറ്റിയുടെ അധ്യക്ഷനായ സനൽകുമാറാണ് ഞാൻ. നിങ്ങളോട് ഈ തമാശ പറയുന്നത് ഞാൻ തന്നെയാണ്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇന്നേ വരെ ആരും വിമർശിച്ചിട്ടില്ലാത്ത 6 മാസത്തെ അധ്വാനം കൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതല്ല. ഞങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. അവിടെ ഭയമൊന്നും പ്രശ്നമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും ജീവനിലൊക്കെ അല്പം ഭയം കാണാത്ത ഒരു വ്യക്തി ഉണ്ടാകുമോ? ഇനിയാണ് പ്രശ്നം. ഞാൻ അർദ്ധരാത്രി എൻ്റെ നിയോജക മണ്ഡല പര്യടനം കഴിഞ്ഞ് അവിടെ നക്സലൈറ്റുകളുടെ ഒളിവ് സങ്കേതങ്ങളൊക്കെ ഉണ്ട്. ഇത് നേപ്പാളും ബീഹാറും തമ്മിൽ അതിര് തിരിയുന്ന ഒരു മണ്ഡലമാണ് സിംഗാർ. അപ്പുറത്ത് നേപ്പാളാണ്. ഒരു 6 കഴിഞ്ഞാൽ നേപ്പാൾ.